കണ്ടക്റ്റിംഗ് പ്ലേറ്റുകൾ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്ന അതിനുള്ളിൽ ഒരു ഡൈഇലക്ട്രിക്കും വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ഒരു ചാർജിനെ കുറച്ച് സമയത്തേക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസാണ് അതിൻ്റെ എബിലിറ്റിയെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ചാർജിനെ ഹോൾഡ് ചെയ്യാനൊരു കപ്പാസിറ്ററിനുള്ള കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു V. സിയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V ആണ്. അടുത്തതായിട്ട് ഇതിൻ്റെ യൂണിറ്റ്, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. ഇനി കപ്പാസിറ്ററിൻ്റെ ഒരു കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സൈസ്, ഷേപ്പ്, പിന്നെ ഇതിൻ്റെ സെപ്പറേഷന്, പിന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന മീഡിയം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ പെർമിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കാം. രണ്ട് പ്ലേറ്റുകൾ പാരലാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത എൻഡ് നെഗറ്റീവ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പാരലൽ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റൻ്റാണ്. നമുക്കറിയാതെ ഒരു പാരലൽ ലൈൻസ് ആയിട്ടാണ് കോൺസ്റ്റൻറ്റ് ഫീൽഡിനെ വരയ്ക്കുന്നത്. അപ്പോൾ പുറത്ത് E ഈസ് ഈക്വൽ ടു 0 ആണ്, അകത്ത് E ഈസ് ഈക്വൽ ടു σ/ε0 ആണ്. ഇതൊരു കോൺസ്റ്റൻറ്റ് ആണ്. ഇനി നമുക്കറിയാം പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D. D ഈസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. A ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ നമുക്ക് σ/ε0 ഇൻറ്റു D എന്ന് എഴുതാൻ കഴിയും ഇതിനെ. അപ്പോൾ നമുക്കറിയാം C ഈസ് ഈക്വൽ ടു Q/V ആണ്. അപ്പോൾ ഇതിനെ Qനെ നമുക്ക് σA എന്ന് എഴുതാം. D/V എന്ന് പറയുന്നത് ഇതാണ്, ഈ വാല്യൂ ആണ്. അപ്പോൾ σD/ε0. അപ്പോൾ സിഗ്മയും ക്യാൻസലായിട്ട് പോയിട്ട് ε0 A/D എന്ന് എഴുതാം. അതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി ഇതിനകത്തൊരു മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിനകത്ത് എയറിന് പകരം ഇവിടെ ഒരു മീഡിയം ε/r റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഒരു മീഡിയം, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആയിട്ടുള്ള മീഡിയം വെച്ച് കഴിഞ്ഞാൽ K ഇൻറ്റു ε0 A/D എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഇതാണ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. ഇനി രണ്ട് കപ്പാസിറ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 3. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഴുതാൻ ഒരു കാര്യം, ഇതിനകത്ത് എല്ലാം V വ്യത്യസ്തമായിരിക്കും, V1 V2 ആയിരിക്കും. പക്ഷേ കപ്പാസിറ്റൻസും വ്യത്യസ്തമാണ്, പക്ഷേ Q രണ്ടിടത്തും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത് V ഈസ് ഈക്വൽ ടു V1 + V2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ഉള്ള വേറൊരു കപ്പാസിറ്ററായിട്ട് റീപ്ലേസ് ചെയ്താൽ, രണ്ടിനെ റീപ്ലേസ് ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റൻസ് C ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? V ഈസ് ഈക്വൽ ടു Q/C ഈസ് ഈക്വൽ ടു Q/C1 + Q/C2. അപ്പോൾ 1/C ഈസ് ഈക്വൽ ടു 1/C1 + 1/C2. കുറേ എണ്ണം ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര എന്നെഴുതാൻ കഴിയും. ഇനി കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. രണ്ട് കപ്പാസിറ്റർ ഇങ്ങനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു സെല്ലുണ്ട്, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ Q1 ആയിരിക്കും, Q2 ആയിരിക്കും. പക്ഷേ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ സെയിമും ആയിരിക്കും. ഇതിനകത്ത് പോകുന്ന ചാർജ് Q ആണെങ്കിൽ Q ഈസ് ഈക്വൽ ടു Q1 + Q2 എന്നെഴുതാം. അപ്പോൾ V ഈസ് ഈക്വൽ ടു C1 V + C2V എന്ന് എഴുതാം. അപ്പം V രണ്ടിടത്തും C ഈസ് ഈക്വൽ ടു C1 + C2. ഇനി കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സെട്ര ഇട്ട്